നമ്മുടെ രവീന്ദ്രൻ എല്ലാം അറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മരുമകളുടെ കള്ളത്തരങ്ങൾ മുഴുവനും നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും രവീന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ആരായിരിക്കും രവീന്ദ്രനോട് ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇന്നലത്തെ പ്രൊമോ വീഡിയോ കണ്ട് എന്നെ പണ്ടാറടങ്ങിയിരിക്കുകയായിരിക്കും. ഇന്നത്തെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും ആളുകൾ. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് എന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു റിവ്യൂ ഒന്നും അല്ല. ഇതിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ചുരുക്കത്തിലൊന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ലെന്ത് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ എത്തും. അതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ചുരുക്കം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി പിന്നെ ചെയ്യാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ചടപടാന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഇനി എന്താണ്, നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ദേവവും കൂടി തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്രമതിയുടെ കിളി പാറുകയാണ്. അങ്ങനെ ചന്ദ്രമതി രണ്ടുപേരെയും രണ്ട് ദിക്കിലേക്ക് ആട്ടി ഓടിച്ച് വിട്ടിരിക്കുകയാണ്. ശ്രീകാന്തെ നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ ദേവു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും രണ്ട് വഴിക്ക് വിട്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയോട് മോളെ നീ സാരി മാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് വന്ന് പറഞ്ഞിട്ടൊക്കെ പോവുകയാണ്. ചന്ദ്രമതി വന്നിട്ട് പറയുകയാണ്, മോളെ നീ സാരിയൊക്കെ മാറി സെറ്റായിട്ടൊക്കെ നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോവുകയാണ്. പക്ഷേ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല, മനസ്സിന് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്, ഭയങ്കര സങ്കടം. അതേസമയത്ത് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് നമ്മുടെ രേവതിയുടെ പറയുന്നുണ്ട്, മോളെ നീ പോയിട്ട് നീ ഇങ്ങനെ മാറി നിൽക്കാതെ നീ പോയിട്ട് ശ്രുതിയുടെ അടുത്ത് ചെല്ല്, എന്നിട്ട് ശ്രുതിയെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തവണ നമ്മുടെ രേവതി ചെന്നപ്പോഴത്തേക്ക് നല്ല പ്രൈസ് ആയിരുന്നല്ലോ. നമ്മുടെ ചന്ദ്രമതിക്ക് എപ്പോൾ രേവതി എന്തിലും ചെന്ന് പിടിച്ചാലും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ നമ്മുടെ രേവതിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അച്ഛാ ഞാൻ പോണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയണം, മോൾ പോയിട്ട് വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നതും കേട്ടിട്ടാണ് നമ്മുടെ രേവതി ചെല്ലുന്നത്. വാതിൽ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. വാതിൽ തട്ടുമ്പോഴത്തേക്ക് ശ്രുതിയും അതേസമയം നമ്മുടെ മീരയും അകത്തുണ്ട്. പക്ഷേ ശ്രുതി ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വാതിലൊന്നും തുറക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ രേവതി തട്ടിയിട്ട് പറയുകയാണ്, ശ്രുതി നീ റെഡി ആയില്ലേ, നിന്നെ കൂട്ടി വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമയും കൂട്ടി നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ചന്ദ്രമതിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രേവതിയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് കലി ഇളവുകയാണ്. രേവതി അടിച്ചിരിക്കണം, നീ എന്താടി ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണം, അമ്മ അതോ എന്ത് നിന്നോട് ഞാൻ പറയാണ്, ഇവിടേക്കൊന്നും വന്നേക്കരുത്. ഇവിടേക്കൊന്നല്ല, എൻ്റെ മരുമകൾ പോകുന്ന ഒരു വഴിയിൽ നീ പോകാൻ പാടില്ല. നിൻ്റെ നിഴൽ വീണാലുണ്ടല്ലോ അവിടെ മുടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശാപവചനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയോട് സംസാരിക്കുകയാണ്. രേവതിക്ക് സങ്കടം വരികയാണ്. രേവതി ഇങ്ങനെ കരഞ്ഞിട്ട് രേവതി സങ്കടപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇങ്ങനെയൊന്നും പറഞ്ഞത് ഒട്ടും ശരിയായില്ല, ആ കുട്ടി എന്തിനാ ഇങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശ്രുതിയും മീരയും ഇതെല്ലാം കേൾക്കുകയാണ് ചന്ദ്രമതി രേവതിയോട് സംസാരിക്കുന്നതൊക്കെ. കാരണം പുള്ളിക്കാരത്തി നല്ല ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷം വാതിൽ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതി മുട്ടിയിട്ട് പറയുകയാണ്, മോളെ നീ വാതിൽ ശ്രുതിമോളെ വാതിൽ തുറക്ക്, അമ്മയുടെ പൊന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. പക്ഷേ ശ്രുതി ഇങ്ങനെ വാതിൽ തുറക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് മീര പറയുകയാണ്, ശ്രുതി നീ വാതിൽ തുറക്ക്, എന്തായാലും നീ തുറക്കുന്നതുവരെ വിളിക്കും. അങ്ങനെ നമ്മുടെ ശ്രുതി വാതിൽ തുറക്കുകയാണ്. തുറക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, ആഹാ മോളെ നീ എന്താ മോളെ നീ ഒരുങ്ങാഞ്ഞത്, നീ അമ്മ കൊണ്ടു തന്ന സാരി ഒന്നും എടുത്തില്ലല്ലോ, മുഹൂർത്തമൊക്കെ ആവാറായി. അപ്പോൾ ശ്രുതി പറയണം, അത് അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീര പറയുകയാണ്, അത് അവൾക്ക് സോറി മീരയല്ല ശ്രുതി തന്നെയാണ് പറയുന്നത്, അത് അമ്മേ ഞാൻ ശരിക്കും മാറാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ കോൾ വന്നു, അവരെന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും മാറാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഇനിയിപ്പോൾ വരുന്ന കോളൊന്നും നീ എടുക്കാൻ നിൽക്കേണ്ട, സമയമൊന്നുമില്ല, പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇറങ്ങി അങ്ങ് പോവുകയാണ്. രേവതിയാണെങ്കിൽ ആ സമയത്തിന് രേവതിക്കാണെങ്കിൽ ആകെ വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയെ എങ്ങോട്ടും ചെല്ലാൻ ചന്ദ്രമതി സമ്മതിക്കുന്നുമില്ല, എന്നാൽ രവീന്ദ്രനാണെങ്കിൽ ഒരിടത്ത് നിൽക്കാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒരു കോള് വരികയാണ്. കോൾ എടുക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. കല്യാണത്തിന് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ അമ്മ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇവിടെ എന്ത് കുഴപ്പം ഉണ്ടാവാനാണ്, അല്ല വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ മോളെ, ഒരു തടസ്സവും ഇല്ല, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, വേറെ മോളെ ഒന്നുമില്ല, ഞാനിന്ന് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മോളുടെ വീട്ടിൽ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് അതിന് ഇവിടെ ആരെയും അറിയില്ലല്ലോ, അറിയില്ലെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിവാഹമല്ലേ മോളെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ തമ്മിലുള്ള ആ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രേവതി മനസ്സിൽ പറയുകയാണ്, ഈശ്വര ഇതുപോലുള്ള നല്ലൊരു അമ്മായിയമ്മ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ രേവതി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സച്ചി ഇങ്ങനെ കാറിൽ പോവുകയാണ്, നമ്മുടെ നവീനെയും കൊണ്ടുപോവുകയാണ്. നവീൻ അതിനകത്ത് ഇരുന്നുകൊണ്ട് ഓരോ കൊനസ്റ്റുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് ലോഡ്ജൊക്കെ ബുക്ക് ചെയ്യുകയാണ് നമ്മുടെ ശ്രുതിയെയും കൊണ്ടുപോകാനായിട്ട്. സച്ചി ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് ഇങ്ങോട്ട് വടക്കേപ്പുറത്തോട്ട് ഇട്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി, നവീൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. സച്ചി നല്ല മുട്ടം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നവീനെ ഇടയ്ക്കൊക്കെ ചിറഞ്ഞു വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ നവീൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരൻ നമ്മുടെ ശ്രുതിയുമായിട്ട് ഒരുമിക്കാം എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സുധിയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഭയങ്കര ദേഷ്യത്തിലാണ് സുധി വിവാഹ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ടുണ്ട്, ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടൻ എന്തിനാ ഇവിടെ മാറി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടാ, ഏട്ടൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ, കുറച്ച് നേരത്തേക്ക് നല്ല ഹാപ്പി ആയിട്ട് നിന്ന ആളാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സുധി പറയുകയാണ് ശ്രീകാന്തിനോട്, ഒന്നുമില്ല, നീ ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ തിരിച്ചയക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും മീരയും കൂടി കല്യാണ വസ്ത്രത്തിൽ നമ്മുടെ ശ്രുതി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മാറി നിൽക്കുന്ന കാണുകയാണ്. അപ്പോൾ മീരയോട് പറയാണ്, മീരെ ഞാൻ ചെന്നിട്ട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ, ശ്രുതിയോട് ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീര ചെല്ലുകയാണ്. മീര ചെന്നിട്ട് ശ്രുതിയോട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് അങ്ങോട്ടേക്ക് അച്ചമ്മ വരികയാണ്. അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വരികയാണ്. അങ്ങനെ അച്ചമ്മ വിളിക്കുകയാണ്, നിങ്ങളിങ്ങനെ നിന്നാൽ പറ്റില്ല, വരൂ എന്നും പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അവരെ കാണുകയാണ്. ലക്ഷ്മി നമ്മുടെ ലക്ഷ്മി വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് 1-2 വാക്കുകൾ ചോദിക്കുകയാണ്, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ്. ശ്രുതിക്ക് ഉത്തരം മുട്ടുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഒരു കയ്യിൽ ഒന്നുമില്ല, അങ്ങനെ അങ്ങ് അവസാനത്തെ ആയുധം അങ്ങ് വെളിയിലോട്ട് എടുക്കുകയാണ്. നോക്കുമ്പോൾ കാരണം ചന്ദ്രമതി കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ശ്രുതി ഉടനെ ശ്രുതിയുടെ ആ 18ാമത്തെ അടവ് അങ്ങ് വെളിയിലോട്ട് എടുക്കുകയാണ്. അങ്ങനെ ആ അടവെടുക്കുന്നത് കാരണം എന്താണ് അടവ് എന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. കണ്ണൊക്കെ തുടയ്ക്കാണ്, പുള്ളിക്കാരത്തി അങ്ങ് കരയാണ്, കരഞ്ഞ് മെഴുകുകയാണ് അവിടെ കിടന്ന്. എന്നിട്ട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് ചെല്ലുകയാണ്. ചന്ദ്രമതി ചോദിക്കുകയാണ്, മോളെ എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, എന്നെ കരയിച്ചാൻറ്റി, അതുകൊണ്ട് എനിക്കിനി ഈ വിവാഹബന്ധം വേണ്ട, ഞാൻ പോയേക്കാം ഇവിടുന്ന്, അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളൊക്കെ അടിച്ചിറക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, ആരാ മോളെ കരയിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ തന്നെ എന്നും പറഞ്ഞിട്ട് കാണിക്കുകയാണ് നമ്മുടെ രേവതിയുടെ അമ്മയെ. പക്ഷേ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ കൂടെയുണ്ട്, അതുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ അച്ചമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ചന്ദ്രമതി നാരദ വീര പോരിന് വാട എന്ന് പറഞ്ഞ കണക്ക് അങ്ങോട്ടേക്ക് തുള്ളിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ലക്ഷ്മിയെ പയറ്റാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇത് ഞാൻ ചുരുക്കത്തിൽ ഫാസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞതാണ്, ഒന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിതിൽ അറിയേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ കുറേ സംശയങ്ങളുണ്ടാവും. സംശയം എന്ന് വെച്ചാൽ, എന്തിനാണ് ശ്രുതിയോട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് നമ്മുടെ ശ്രുതി ഇരുന്നത്. അപ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചമ്മ കയറി ഇടപെട്ടു. അതെന്തായിരിക്കും അതിനുള്ള കാരണം? ശ്രുതി സംസാരിച്ചത് ആരോടായിരിക്കും? അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് രവീന്ദ്രന് ഉള്ള റോൾ എന്തായിരിക്കും? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും കുറേ സംശയങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരവുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. ചെമ്പനീർ പൂവിൻ്റെ ലെങ്ത് വീഡിയോ വരുന്നുണ്ട്. അതിനകത്ത് വള്ളി പുള്ളി തെറ്റാതെ അവിടെ നടന്ന സകല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് വെറും ചുരുക്കത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഓടി ചെമ്പനീർ പൂവിൻ്റെ ലെന്ത് വീഡിയോയിലേക്ക് കയറി കണ്ടോളണം. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സീരിയലിൻ്റെ ഞാൻ എല്ലാവരോടും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. ചെമ്പനീർ പൂവ് സീരിയൽ ഞാൻ ഇടുന്ന കുറച്ച് സീരിയൽ മാത്രമേ ഇടുന്നുള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ ചില സീരിയലുകൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതിലൊന്ന് മൗനരാഗം, അതുപോലെ തന്നെ പത്തരമാറ്റ്, ഓൾഡ് സ്വാന്തൂരം. പിന്നെ ഓൾഡ് സ്വാതന്ത്ര്യം കൂടുതൽ ഞാൻ ഇടുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. ആ സമയമായിരിക്കും കൂടുതൽ എനിക്ക് സമയം ഉണ്ടാവുക. അപ്പോൾ ഓൾഡ് സാന്ത്വനം, പിന്നെ അതുപോലെ തന്നെ പത്തരമാറ്റ്, ഓൾഡ് സ്വാതന്ത്ര്യം, ചെമ്പനീർ പൂവ്, മൗനരാഗം, ഇങ്ങനെ 4 സീരിയലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത്. ഈ സീരിയലുകളിൽ നിന്നും എല്ലാ ദിവസവും ഞാൻ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ വരുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ എപ്പോഴും വീഡിയോ ഇടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ലേറ്റായി വീഡിയോ ചിലപ്പം വരാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള നമ്മുടെ ചങ്കുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി എന്താണ്, ഇനി ഞാൻ കുറച്ച് എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ പത്തരമാറ്റിൻ്റേതല്ല, ചെമ്പനീർ പൂവിൻ്റെ തന്നെ ലെന്ത് വീഡിയോയും ഒക്കെ ആയിട്ട് ഒട്ടനെ തന്നെ വരുന്നതായിരിക്കും. അതിനുശേഷം എല്ലാ വീഡിയോകളും ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും കാണാനായിട്ട് തയ്യാറെടുത്തിരിക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.